ഇന്നൊരു വീട്ടിലേക്ക് ഇച്ചിരി ദൂരത്തിൽ നടക്കണമായിരുന്നു. ഇതായിരിക്കുന്നതിൻ്റെ വണ്ടി. ആ ഒരു പച്ചപ്പും കൂനെ ഇരിക്കുന്നതുണ്ട, അതിൻ്റെ അപ്പുറത്തിരിപ്പുണ്ട് വണ്ടി. കാണാൻ പറ്റത്തില്ല. അത് ചില സ്ഥലങ്ങളിൽ ഡെലിവറിക്ക് പോകുമ്പോഴത്തേക്ക് കസ്റ്റമർ ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ഇവിടെ വന്ന് മേടിക്കുന്നതാണ്, അല്ലെങ്കിൽ നമ്മൾ ഇതേപോലെ നടക്കേണ്ടതായിട്ട് വരും. ഇത് സ്ഥലം എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കൊച്ചുപള്ളിയുടെ കിഴക്ക് വശത്താണ്. കൊച്ചുപള്ളി കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ കൊച്ചുപള്ളി. ഇപ്പോൾ 12:37. നമുക്ക് 65 കൂടെ ഉള്ളു. 13 മൾട്ടി ലൊക്കേഷൻ ഉണ്ട്. ഇന്ന് 30 ഞാനിപ്പോൾ ഓൾറെഡി കൊടുത്ത്. ഇന്ന് കുറച്ച് താമസിച്ചു പോയി. 26 COD കൂടെ ഉണ്ട്. അപ്പോൾ ക്യാഷായിട്ട് നമ്മൾ 622 രൂപയും പിന്നെ കാർഡും പേയ്മെൻറ്റുമായിട്ട് 535 രൂപയാണ് സെറ്റായിട്ട്. പിന്നെ നമ്മളിപ്പം ഇച്ചിരി നേരത്തെ ഇറങ്ങിയേക്കുന്നത്. അപ്പോൾ എന്തായാലും ഇന്നൊരു 3:30-4 മണിക്ക് മുമ്പ് ഒതുങ്ങുമെന്നാണ് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് എത്ര മണിക്ക് തീർക്കാൻ പറ്റുമെന്ന് നോക്കട്ടെ. ഇന്ന് എന്തായാലും ലോഡ് കുറവാണ്, അതുപോലെ തന്നെ ഏണിങ്സും കുറവായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ലോഡ് തീർക്കാം. അപ്പോൾ ശരി, ഞാൻ ഇടയ്ക്ക് എന്തെങ്കിലും നല്ല വ്യൂ കിട്ടുമെങ്കിൽ സെറ്റ് ചെയ്യാം. നമ്മുടെ ഒരു കസ്റ്റമറുടെ വീട്ടിൽ കുളത്തിൽ കിടക്കുന്ന മീനൊക്കെ ഉണ്ടേ. വൈറ്റ് ഷാർക്കും ഉണ്ട്, ബ്ലാക്ക് കാണാൻ പറ്റത്തില്ല, ബ്ലാക്കും ഉണ്ട്. പിന്നെ കുറേ സിലോപ്പിയും കിടപ്പുണ്ട്. നമ്മുടെ പിങ്ക് കളറുള്ള, അതായത് റോസ് കളറുള്ള സിലോപ്പിയ ഉണ്ട്, അതും കിടപ്പുണ്ട് ഇതിനകത്ത്. അത്യാവശ്യം നല്ല അടിപൊളിയായിട്ട് വൈറ്റ് കാണാൻ പറ്റുന്നുണ്ട്. ഇന്ന് ചൂടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല കഴപ്പൻ ചൂട്, ഒരു രക്ഷയില്ല. വെയിലെന്നൊക്കെ പറഞ്ഞാൽ അന്യായം. പിന്നെ ലാസ്റ്റ് നമ്മളൊരു ബോട്ടിൽ തണുത്ത വെള്ളം മേടിച്ച്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ വെള്ളം കുടിക്കാതെ പിന്നെ വള്ളിയാവും. കാര്യം നമ്മൾ ഈ വെള്ളം കണ്ടിന്യൂ ഓട്ടായതുകൊണ്ട് മൂത്രത്തിൽ കല്ലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും വെള്ളമൊക്കെ മാക്സിമം കുടിക്കാൻ നോക്കണം. ഇപ്പോൾ ഈ ബീച്ച് നിങ്ങൾ ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? നമ്മുടെ കോളേജ് ജംഗ്ഷൻ്റെ പടിഞ്ഞിട്ട് വരുമ്പോൾ ഉള്ളതാണ്. നൈസ് വ്യൂ അല്ലേ? ഇവിടെ എപ്പോഴും ആൾക്കാരൊക്കെ കാണും, ഫുള്ളി എൻ്റർടൈൻമെൻറ്റ്. കപ്പിൾസൊക്കെ പിള്ളേരൊക്കെ ഏട്ടിലും കറങ്ങി തിരിഞ്ഞ് ഇങ്ങോട്ട് വരും. അങ്ങോട്ട് കുറച്ച് മരങ്ങളൊക്കെ ഉണ്ട്, അതുകൊണ്ട് തണലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ നമ്മുടെ ഓമനപ്പുഴ റാണി ബീച്ച്, അത് ഇച്ചിരി ഫേമസ് ആയിട്ടുള്ളതാണ്. അത് ഇവിടുന്ന് കുറച്ചുകൂടെ സൗത്തിലേക്ക് പോകുമ്പോഴാണ്. നൈസ് വ്യൂ ആണ്. അപ്പോൾ നിങ്ങൾ ഫ്രീ ആയിട്ടൊക്കെ ഇരിക്കുമ്പോഴത്തേക്ക് ഫാമിലി ആയിട്ടൊക്കെ വന്നൊന്ന് എൻജോയ് ചെയ്യാനും ബീച്ച് വൈബ് പിടിക്കാനൊക്കെ പറ്റിയ നല്ല സൂപ്പർ സ്ഥലമാണ്. പള്ളിയുടെ തൊട്ട് സൈഡിൽ കൂടെ അല്ല, അങ്ങോട്ട് എത്തിയില്ല. അങ്ങനെ ഒരു 10 മിനിറ്റ് ക്രോസിംഗ് പോസ്റ്റ് കിട്ടി. പിന്നെ നമ്മൾ ഏറെക്കുറെ ഡെലിവറി തീരാറ്, ഇനി 3 കൂടിയേ ഉള്ളൂ. അപ്പോൾ അതും കൊടുത്ത് നമ്മൾ നേരെ ഓഫീസിലേക്ക്. പിന്നെ ഏകദേശം ഒരു 10-98 കൗണ്ട് നമ്മൾ ചെയ്തു, 100 താഴെയായിരുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഓഫീസിലേക്ക് പോകാം.